വിസെയർ അബുദാബി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. 129 ദിർഹമായിരുന്നു വിസെയറിലെ ഫ്ലൈറ്റ് ഫെയർ. ഇവിടുന്ന് ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് നമുക്ക് ടാക്സി പോകാൻ തന്നെ ഏതാണ്ട് 250-350 ദിർഹംസിൻ്റെ ഒക്കെ ചാർജ് വരും. ഈ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരാനുള്ള അൾട്രാ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഇടാൻ വിസെയർ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. യുഎയിൽ നിന്ന് ചുരുങ്ങിയ ചിലവിൽ മദീന, അതുപോലെ അസർബൈജാൻ, ജോർജിയ തുടങ്ങിയ ഡെസ്റ്റിനേഷൻസിലേക്ക് ചുരുങ്ങിയ ചിലവിൽ യാത്ര ചെയ്യാനുള്ള അവസരമാണ് വിസെയർ നിർത്തുന്നതോടുകൂടി ഇല്ലാതാക്കുന്നത്. വിസെയർ അബുദാബി നിർത്തുന്നു കേട്ടത് തന്നെ ഭയങ്കര വിഷമമായിട്ട് കേട്ട ആൾക്കാരാണ് എന്നെ പോലെ തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട് ട്രാവൽ ചെയ്യുന്നത്. പുതിയ ഡെസ്റ്റിനേഷൻസ് വിസെയർ തുടങ്ങുന്നതനുസരിച്ച് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നവരാണ് നമ്മൾ. ബസ് ഫെയറിൻ്റെ ഫെയറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മദീനയിലേക്ക് 150 ദിർഹം റിട്ടേൺ ഫെയറിൽ, ദമാമിലേക്ക് ഒരിക്കൽ 110 ദിർഹം റിട്ടേൺ ഫെയറിൽ. വലിയൊരു ആശ്വാസമായിരുന്നു വിസെയർ. അത് അബുദാബിയെ നിർത്തുന്നത് കൊടുംചതിയായിപ്പോയി. സെപ്റ്റംബർ 1 മുതലാണ് വിസെയർ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിട്ട് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളും കൊണ്ട് തങ്ങൾ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റ് പല കാരണങ്ങളും കൂടി ഇതിൻ്റെയൊക്കെ ഭാഗമാകാം. ഹംഗേറിയൻ അൾട്രാ ലോ കോസ്റ്റ് എയർലൈനായ വിസെയർ 2004 മുതലാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പ്രധാനമായും യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വിസെയറിന് അവിടെ വലിയ ലാഭം തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. പിന്നീടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് 2021 കൂടിയിട്ടാണ് അബുദാബി കേന്ദ്രീകരിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. വിസെയറിലൂടെ മാത്രം പുതിയ രാജ്യങ്ങൾ അറിഞ്ഞ ഒരുപാട് ആളുകൾ നിലവിൽ യുഎയിലുണ്ട്. അത്രത്തോളം ആളുകളെ പുതിയ രാജ്യങ്ങൾ അറിയാൻ സഹായിച്ച ഒരു എയർലൈൻ കൂടിയാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്.